ജീവിച്ചിരിക്കുന്ന കാലത്ത്, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടിയിട്ടുണ്ടോന്ന്. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ സഹാബികൾ സഹായം തേടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കിയിലൂടെ മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ വിഷയാവതരണത്തിൽ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. എന്താണ് വിഷയം എന്നും എങ്ങനെയാണ് വിഷയം എന്നും മൂപ്പർക്ക് എന്നെ മനസ്സിലാകാത്ത കോലത്തിലാണ് മൂപ്പര് തെളിവ് പറഞ്ഞത്. പറഞ്ഞ തെളിവുകൾ ഓരോന്നായി നമുക്കിവിടെ ചർച്ച ചെയ്യാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായി മൂപ്പര് പറഞ്ഞ ഏതാ സുബിക്കാണ്. കാര്യമായിട്ട് മൂപ്പർക്ക് പറയാനുണ്ടായിരുന്നത് സുബിക്ക് പറഞ്ഞത്. ഇങ്ങനെ അങ്ങോട്ടാ പോയത്. ആ ജാതി കാര്യങ്ങൾ കൊണ്ടൊന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം വളരെ കൃത്യമായി നമ്മൾ വിഷയത്തിലൂടെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹ് അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിൽ അമ്പിയാക്കൾ പെടൂല, അതിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെടൂല എന്നതിന് വല്ല തെളിവുണ്ടോ എന്നാണ് നമ്മൾ കാത് കുറിപ്പിച്ചത് കേട്ടത്. വിഷയാവതരണത്തിൽ അത് കാര്യമായിട്ട് പറയും എന്നുള്ള നിലയിൽ. പക്ഷേ ഇല്ല, ആ അത്തരം ഒരു തെളിവും മറുഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ചോദ്യം വളരെ ഉഷാറാണ്, പക്ഷേ അത് ചോദിക്കേണ്ട സ്ഥലവും മാറിപ്പോയി എന്ന് മാത്രം. വളരെ കണ്ടീഷനായിട്ടുണ്ട് ചോദ്യം. മൗലവി ആ വ്യവസ്ഥ എടുത്ത് ഒന്ന് വായിക്കൂ ദയവ് ചെയ്ത്. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ ശിർക്കല്ല, സുന്നികൾ അല്ല. നിങ്ങൾ ചോറന്നല്ലേ വെച്ചത്? എന്നിട്ട് ഇപ്പൊ പറയുന്നു മൗലവി ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിയുടെ അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? രണ്ടു നിലക്ക്, രണ്ടു കാരണം കൊണ്ട് അത് വിഷയത്തിന്റെ പുറത്ത്. ഒന്ന്, നമ്മുടെ ചർച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന് ശേഷമാണ് ചർച്ച. ജീവിതം കാലത്ത് ഞങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഈ പരിപാടി അങ്ങ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ നിങ്ങൾ വ്യവസ്ഥ എഴുതിക്കോ. ജീവിതകാലത്ത് സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ചെയ്ത് ഞങ്ങൾ കാണിക്കാം. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളെ തെറ്റിക്കാന്ന് കരുതണ്ട. ജീവിതകാലത്തല്ല മൗലവി, മരിച്ചുപോയ നബി. പിന്നെ മരിച്ചുപോയാൽ നബി ജീവിക്കുന്നു എന്നാണോ വാദം? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണം, ഞാൻ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. രണ്ടാമത്തെ പ്രശ്നം, മൂപ്പരെ ചോദ്യം നോക്കൂ നിങ്ങൾ. സ്വഹാബി ചെയ്തിട്ടുണ്ടോ? അത് എവിടെ നോക്കിയിട്ടാ ചോദിക്കുന്നത്? പ്രമാണം ഒന്ന് വായിക്കും മൗലവി. ഒന്ന് ഖുർആൻ, 2 ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ്. ഇത് ഏത് കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? അതൊന്ന് പറഞ്ഞുതരൂ. സ്വഹാബിയുടെ ഫീലു സ്വഹാബ ഖുർആനിലാണോ, ഹദീസിലാണോ, ഇജ്മാഹിലാണോ, ഖിയാസിലാണോ? ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഹൗസിലേക്ക് ഒരു ഫോൺ ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞങ്ങളത് ട്രെയിൽ ചെയ്യലുണ്ട്. പക്ഷേ അതുപോലുമില്ല, മറുപടിയില്ല, ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ സ്ഥിരപ്പെടുന്നു. അത് തന്നെയാണ് അതിന്റെ തെളിവ്. കാരണം തുടങ്ങിയത് ഇർത്തകബത്ത് ചൊല്ലിയിട്ടാണ്. ഇവിടെ റസൂലുള്ളവരും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യമുണ്ടല്ലോ, നബിയുടെ ജീവിതകാലത്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ റസൂലുള്ളാഹിനോട് സഹായം തേടിയെന്ന ചോദ്യം, അത് പിൻവലിച്ചിട്ട് മതി ബാക്കി കാര്യം. കാരണം എന്തുകൊണ്ട് മൗലവി, ഇത് നമ്മുടെ ചർച്ച മരിച്ചുപോയ നബി തങ്ങളോട്